കുഞ്ഞിൻ്റെ സന്തോഷകരമായ ഭാവി ജീവിതത്തിൻ്റെ അടിത്തറ ഉറപ്പിക്കുന്ന കാലമാണ് ആദ്യത്തെ വർഷം. ഈ ഘട്ടത്തിലുള്ള അവഗണനയ്ക്ക് പിന്നീട് തക്കതായ വില കൊടുക്കേണ്ടി വരും. നല്ല തുടക്കം വിജയത്തിൻ്റെ നാന്ദിയാണെന്ന് ഓർക്കുക. വൃത്തി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടിയുടെ ശരീരം, വസ്ത്രം, കിടക്ക, പാൽ കുടിക്കുന്ന കുപ്പി, അടിവസ്ത്രങ്ങൾ തുടങ്ങിയവയൊക്കെ വളരെ വൃത്തിയോടെ തന്നെ കൈകാര്യം ചെയ്യണം. കുട്ടിയുടെ കുളിസമയം അമ്മയ്ക്കും കുഞ്ഞിനും ഏറെ രസകരമായ സമയമത്രേ. കുളിസമയം എപ്പോഴും കുഞ്ഞിൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കണം. വൃത്തിയുടെ സ്മരണ ജീവിതകാലം മുഴുവൻ ഓർമ്മയിൽ നിൽക്കാൻ പര്യാപ്തമായ മുഹൂർത്തമാണിത്. രാവിലെ 10 മണിയോടെ കുട്ടിയെ കുളിപ്പിക്കുന്നതാണ് നല്ലത്. ഭക്ഷണം കുളി കഴിഞ്ഞ് കൊടുക്കുന്നതാണ് നല്ലത്. കുളിക്കുന്നതിന് മുമ്പ് കുട്ടിയുടെ വയർ നിറഞ്ഞിരിക്കാൻ പാടില്ല. വീറും വൃത്തിയുമായിരിക്കുമ്പോൾ കുഞ്ഞിന് നന്നായി ഭക്ഷണം കഴിക്കാനും സന്തോഷിക്കാനും തോന്നും. അല്പം ചൂടുള്ള വെള്ളവും കടുത്ത കെമിക്കൽ സ്വഭാവമില്ലാത്ത സോപ്പും ഒരു വലിയ ടവലും നേരത്തെ തയ്യാറാക്കി വയ്ക്കുക. നാൽപ്പാമരത്തോലിട്ട് തിളപ്പിച്ച വെള്ളം ഇളം ചൂടാക്കി കുളിപ്പിക്കുന്നത് രക്തശുദ്ധിക്ക് നല്ലതാണ്. കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിന് മുൻപ് അമ്മയുടെ കയ്യിലെ നഖങ്ങൾ വെട്ടി ചെറുതാക്കിയിരിക്കണം. നന്നായി സോപ്പിട്ട് കൈ കഴുകുകയും ചെയ്യണം. തേങ്ങ വെന്ത വെളിച്ചെണ്ണ തലയിലും ദേഹത്തും പുരട്ടുന്നത് ജലദോഷം ഉണ്ടാകാതിരിക്കാൻ നല്ലതാണ്. എണ്ണ തേപ്പിക്കലിൽ നിറയുന്ന വാത്സല്യം പോലെ പുരാതനമായ ഒന്നും ഉണ്ടാകില്ല അമ്മയും കുഞ്ഞും തമ്മിൽ. നവജാത ശിശുക്കളെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്നത് വളരെ പഴയ കാലം തൊട്ടുള്ള ശീലമാണ്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ ശരീരോഷ്മാവ് നിലനിർത്തും, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും, അണുബാധ തടയും, രക്തസംക്രമണം കൂട്ടാൻ സഹായിക്കും, പേശികളുടെ ശരിയായ അവസ്ഥ കാത്തു സൂക്ഷിക്കും. കുളിപ്പിക്കുന്നതിന് മുൻപ് ശരീരമാസകലം എണ്ണ തേച്ച് ഒഴിയുന്നതാണ് ഉത്തമം. തേക്കുന്നത് തലയിൽ തുടങ്ങി കാലിൽ അവസാനിപ്പിക്കണം. എണ്ണ തേച്ചതിനു ശേഷം 15 മുതൽ 30 മിനിറ്റ് വരെ വെളിച്ചമുള്ള തണുപ്പില്ലാത്ത മുറിയിൽ നഗ്നമായി കിടത്തുന്നത് ശരീരത്തിനകത്ത് വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. എണ്ണ തേക്കുമ്പോൾ കുട്ടികളോട് സംസാരിക്കുന്നതും പാട്ടുപാടുന്നതും കണ്ണുകൾ തമ്മിൽ ഇടപഴകുന്നതും അമ്മയുമായുള്ള വൈകാരിക ബന്ധം സുദൃഢമാക്കുന്നു. കുട്ടി കരയുന്നത് കുറയുകയും ഉറങ്ങുന്നത് കൂടുകയും ചെയ്യുന്നു. ആദ്യഘട്ടത്തിൽ കുട്ടിയെ മടിയിലിരുത്തുക. കുട്ടിയുടെ ശരീരത്തിലെ വസ്ത്രങ്ങൾ മാറ്റാതെ തന്നെ അതിൻ്റെ മുഖം നന്നായി കഴുകുക. കഴുത്തിൻ്റെ പുറകുഭാഗവും ചെവിയുടെ പിൻഭാഗവും സോപ്പ് ഉപയോഗിച്ച് കഴുകിയിട്ട് തല കഴുകാം. സോപ്പ് പത കണ്ണിലോ വായിലോ മൂക്കിലോ കടക്കാൻ ഇടവരരുത്. തുടർന്നൊരു ടവൽ ഉപയോഗിച്ച് മുഖവും തലയും ചെവിക്ക് പിൻഭാഗവും നന്നായി തുടച്ചെടുക്കുക. രണ്ടാമത്തെ ഘട്ടത്തിൽ കുട്ടിയുടെ വസ്ത്രങ്ങൾ പതുക്കെ അഴിച്ചു മാറ്റുക. ഇനി ഒരു ബത്തബ് ഉണ്ടെങ്കിൽ കുട്ടിയെ അതിലേക്ക് ഇറക്കി നിർത്താം. അപ്പോൾ കുട്ടി വെള്ളത്തിൽ കൈകൊണ്ടടിച്ച് വെള്ളം തെറിപ്പിച്ചുവെന്ന് വരും. അതിനവനെ അനുവദിക്കുക. അതവന് സന്തോഷകരമായ ഒരു കളിയാണ്. ഇതിനിടെ അടിവസ്ത്രം മാറ്റി സോപ്പ് തേക്കാവുന്നതാണ്. തുടർന്ന് കുട്ടിയെ മലർത്തി കിടത്തി പതുക്കെ തുടയ്ക്കുക. ശരീരത്തിലെ ജലം മുഴുവൻ വൃത്തിയായി തുടച്ചെടുക്കാം. കുളി കഴിഞ്ഞാൽ വസ്ത്രം ധരിപ്പിക്കാം. ഇറുകിയ വസ്ത്രങ്ങൾ ഒരു കാരണവശാലും ധരിപ്പിക്കരുത്. വളരെ ലൂസായ വസ്ത്രങ്ങളാണ് ധരിപ്പിക്കേണ്ടത്. അധികം വെളിച്ചമില്ലാത്ത സ്ഥലത്തോ തുറന്ന സ്ഥലത്തോ വെച്ച് കുഞ്ഞിനെ കുളിപ്പിക്കരുത്. ഇളം ചൂടുവെള്ളത്തിലായിരിക്കണം കുളിപ്പിക്കേണ്ടത്. കുളി കഴിഞ്ഞ് കുഞ്ഞിന് ധരിക്കാനുള്ള വസ്ത്രങ്ങൾ, പൗഡർ എന്നിവ ആദ്യമേ എടുത്തു വയ്ക്കണം. കുളി കഴിഞ്ഞ് ഉറങ്ങാനുള്ള കിടക്കയും തയ്യാറാക്കി വയ്ക്കണം. കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് ലാളിച്ചുകൊണ്ട് സന്തോഷത്തോടെ വേണം കുളിപ്പിക്കാൻ കൊണ്ടുപോകേണ്ടത്. കുഞ്ഞിനെ ഭയപ്പെടുത്തുന്ന രീതിയിലാകരുത് അതിൻ്റെ കുളി. കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിൽ കളിക്കാൻ ലഭിക്കുന്ന അവസരമായി കൂടി ഇതിനെ കരുതണം. എണ്ണ പുരട്ടി കൂടുതൽ നേരം പായിൽ കിടത്തുന്നതും കണ്ണിലും മൂക്കിലും എണ്ണ പോകത്തക്ക വിധത്തിൽ എണ്ണ കൂടുതൽ തേയ്ക്കുന്നതും നല്ലതല്ല. എത്ര തണുപ്പുള്ള കാലാവസ്ഥയിലും കൂടുതൽ ചൂടുള്ള വെള്ളത്തിൽ കുളിപ്പിക്കരുത്. തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ മുഖത്ത് നേരിട്ട് വെള്ളം വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുഞ്ഞ് വെള്ളം കൂടുതൽ കുടിക്കാതെയും സൂക്ഷിക്കണം. ബേബി ടബിലോ പ്ലാസ്റ്റിക് ബേസിനിലോ തല ഉയർത്തി വെച്ചുകൊണ്ട് വേണം കുളിപ്പിക്കാൻ. കുഞ്ഞിൻ്റെ ദേഹത്ത് എണ്ണ തേക്കുമ്പോൾ വളരെ മൃദുവായി മാത്രം തേക്കുക. മഗ്ഗുകൊണ്ട് കൂടുതൽ വെള്ളം തലയിൽ കോരി ഒഴിക്കരുത്. ശരീരത്തുള്ള എണ്ണമയം പൂർണ്ണമായും കഴുകിക്കളഞ്ഞതിന് ശേഷം മാത്രം തല കഴുകുക. കുളിപ്പിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു ടവൽ കൊണ്ട് തലയും ദേഹവും തുടച്ചെടുക്കുക. മൂക്കിലും ചെവിയിലും കണ്ണിലും പഞ്ഞി ഉപയോഗിച്ച് വെള്ളം തുടച്ചെടുക്കുക. വെള്ളം തുടച്ചെടുത്തതിന് ശേഷം ശരീരത്താകമാനം പൗഡർ പൂശുക. കാലാവസ്ഥ അനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ധരിപ്പിക്കുക. മുഖത്ത് കൂടുതൽ പൗഡർ ഇടാതിരിക്കുക. ഇങ്ങനെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ സന്തോഷം പകരുന്ന രീതിയിലായിരിക്കണം. ഡയപ്പർ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളിൽ തൊലിപ്പുറത്ത് അണുബാധ കാണാറുണ്ട്.
തുടകളിലും അരക്കെട്ടുകളിലും തിണർപ്പുകളായാണ് കാണപ്പെടുന്നത്. അസുഖം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: ഡയപ്പർ കൃത്യസമയത്തു മാറ്റണം. മൂത്രവും മറ്റും പറ്റി നനഞ്ഞ തുണി കുഞ്ഞിൻ്റെ ശരീരത്തിൽ അധിക നേരം ഇരിക്കരുത്. തൊലിപ്പുറത്ത് ചുവന്ന തിണർത്ത് നിറവ്യത്യാസം കണ്ട ഡയപ്പർ ക്രീമുകൾ പുരട്ടണം. ദിവസം മുഴുവൻ ഡയപ്പറുകൾ ഉപയോഗിക്കേണ്ടതില്ല. പാതി ദിവസം ഡയപ്പർ ഇല്ലാതെ വിടുക. പകരം വൃത്തിയുള്ള പരുത്തി തുണിയുടെ വിരിയിൽ കുഞ്ഞിനെ കിടത്താം. അലർജി കണ്ടാൽ ഡയപ്പറിൻ്റെ ബ്രാൻഡ് മാറ്റി വാങ്ങുക. ഓരോ തവണ ഡയപ്പർ മാറ്റുമ്പോഴും കുഞ്ഞിൻ്റെ അരയ്ക്ക് താഴെ കഴുകി തുടയ്ക്കുന്നത് നന്ന്. തുണി കൊണ്ടുള്ള ഡയപ്പറുകൾ കഴുകുമ്പോൾ മറ്റുള്ളവരുടെ വസ്ത്രങ്ങളുമായി കൂട്ടിക്കലർത്തരുത്. ശക്തി കുറഞ്ഞ അലക്കുപൊടി മാത്രമേ ഉപയോഗിക്കാവൂ. ചൂടുവെള്ളത്തിൽ കഴുകി വെയിലിൽ ഉണക്കുക. സോപ്പിൻ്റെ അംശം ഡയപ്പറിൽ ഉണ്ടാകരുത്. ഡിസ്പോസിബിൾ ഡയപ്പറുകൾ സൗകര്യപ്രദമാണ്, പക്ഷേ തുണി കൊണ്ടുള്ളവയാണ് കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് സുഖകരം. ഒട്ടുമിക്ക കുട്ടികളും ഒരിക്കലെങ്കിലും വിരൽ കുടിക്കാറുണ്ട്. മിക്കവാറും കയ്യിലെ തള്ളവിരലാണ് കുടിക്കുന്നത്. ഇക്കാര്യത്തിൽ പല മാതാപിതാക്കളും വളരെയധികം ഉത്കണ്ഠാകുലരാണ്. അത്ര കണ്ട് ഉത്കണ്ഠപ്പെടേണ്ട കാര്യമൊന്നും ഇതിലില്ല. മിക്ക കുട്ടികളും വിരൽ കുടിക്കുന്നത് അവരുടെ വിശപ്പടക്കാനുള്ള ഒരു ഉപാധി എന്ന നിലയിലാണ്. എന്നാൽ അതേസമയം കുട്ടിക്ക് ഇത് ഒരുതരം സുരക്ഷിതത്വം നൽകുന്നുമുണ്ട്. പ്രായമെത്തുമ്പോൾ മിക്കവരും പുകവലിക്കുന്നത് പോലെയും വെറ്റില മുറുക്കുന്നത് പോലെയുമുള്ള ഒരുതരം ശീലമാണിത്. കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ ലഭിക്കണമെന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ വിരൽ കുടിക്കൽ. വേണ്ടത്ര സ്നേഹവും പരിചരണവും ലഭിക്കാത്ത കുട്ടികളിൽ ഈ ശീലം കണ്ടുവരുന്നുണ്ട്. വേണ്ടത്ര ഭക്ഷണം ലഭിക്കാത്തതും ഇതിനൊരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ചിലർ പറയുന്നത് പല്ലു മുളയ്ക്കുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥത കൊണ്ടാണ് വിരൽ കുടിക്കുന്നതെന്ന്. എന്തായാലും ഈ ശീലം നിയന്ത്രിക്കുന്നതിന് മാതാപിതാക്കൾ കുട്ടികളെ നിർബന്ധിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്താൽ കൂടുതൽ ശക്തിയോടെ വിരൽ കുടിക്കും. വേണ്ടത്ര ഭക്ഷണവും ആത്മാർത്ഥമായ സ്നേഹവും പരിചരണവുമാണ് ഇതിൻ്റെ പരമപ്രധാനമായ ചികിത്സ. സന്തുഷ്ടനാണെന്ന തോന്നൽ ഉപബോധ മനസ്സിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ ശീലത്തിൽ നിന്ന് കുട്ടി മോചിതനായിക്കൊള്ളും. ഈ ഘട്ടത്തിൽ കുട്ടിയുടെ ഭാരം വേണ്ടത്ര വർദ്ധിക്കുന്നില്ലെങ്കിൽ അവന് ഭക്ഷണത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സമയമായെന്നർത്ഥം. എന്നാൽ കുട്ടി മുതിർന്ന ശേഷവും ഈ ശീലം തുടരുകയാണെങ്കിൽ അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ അമ്മമാർ ആത്മാർത്ഥമായി ശ്രമിക്കേണ്ടതാണ്.